പുതിയ സ്മാർട്ട് വില്ലേജ് ഒരുങ്ങും. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുത്തൻ കാലത്തിനൊപ്പം മുന്നേറുകയാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ. ആധുനിക വിവരസാങ്കേതികവിദ്യ പൊതുജനങ്ങൾക്കും പ്രാപ്യമാക്കിക്കൊണ്ട് സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് കേരള സർക്കാർ അനുദിനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന എടവിലങ്ങ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നമസ്കാരം. സംസ്ഥാനത്തെ 32 വില്ലേജ് ഓഫീസുകളുടെ ശിലാസ്ഥാപനം നടത്തുന്ന വിവിധ ചടങ്ങുകളിലായി അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ബ്ലോക്ക്, ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും വേഗതയിലുമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളിലൂടെ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൽ വളരെ ശ്രദ്ധേയവും വിപ്ലവകരവുമായിട്ടുള്ള തീരുമാനങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൈക്കൊള്ളുന്നത്. എല്ലാവർക്കും ഭൂമി എന്ന ആപ്തവാക്യം തന്നെ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രം 2,33,947 കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളായി ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. 4,10,000 കുടുംബങ്ങളാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും കാലയളവിനകത്ത് ഭൂമിയുടെ ഉടമകളായി മാറിയത്. ഈ ഗവൺമെൻറ് അതിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് 5 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട പട്ടയ മിഷൻ്റെ ഭാഗമായി ജില്ലയിലെ നിയോജക മണ്ഡലത്തിൽ MLA-മാരുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേരുന്ന റവന്യൂ അസംബ്ലികളിൽ വാർഡ് മെമ്പറും കോർപ്പറേഷൻ കൗൺസിലറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പങ്കാളിത്തം, അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിശോധിച്ച് താഴത്ത് പരിഹരിക്കാനാകുന്നത് അവിടെ പരിഹരിച്ച് ജില്ലയ്ക്കകത്ത് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ ഡാഷ്ബോർഡ് എല്ലാം 3 മാസക്കാലം കൂടുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തി അതിവേഗം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഭൂമിയുടെ വിതരണം വേഗതയിലാക്കുക എന്ന നടപടിക്രമങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ ദീർഘമായൊരു കാലത്തിന് ശേഷം 1666 വില്ലേജുകളിലും ഡിജിറ്റലായി അളക്കുന്ന ഒരു ഡിജിറ്റൽ റീസർവേക്ക് 2 വർഷക്കാലമായി നാം കേരളത്തിൽ തുടക്കം കുറിച്ചു. കേവലം 2 വർഷക്കാലം കൊണ്ട് 8,57,000 ഹെക്ടർ ഭൂമിയും 64 ലക്ഷത്തിലേറെ ലാൻഡ് പാഴ്സലുകളും അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ്. ഗവൺമെൻറ് റീസർവേ നടപടികൾ പൂർണ്ണമായി ഡിജിറ്റലാക്കിയതോടുകൂടി ഭൂമിയുടെ അളവ്, ഭൂമിയുടെ കൈമാറ്റം, അതുൾപ്പെടെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഒറ്റ പോർട്ടലിൽ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റത്തിനും നാം വഴിവെച്ചു. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും, റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും, സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇമാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ ഭൂമി എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ആദ്യാനുഭവമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ തഹസിൽദാർ ശ്രീനിവാസ് M സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ E.T. ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. ഓഫീസുകളെല്ലാം സ്മാർട്ടാക്കുക എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മേനോ ബസാർ തൊട്ട് സൈഡിലുള്ള വില്ലേജ് ഓഫീസ് ഒരു കെട്ടിടം കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് വിട്ടുകൊടുത്തു. എറിയാട് KVGHS തൊട്ടടുത്തുള്ള നല്ല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം, അത് നിർമ്മാണം പൂർത്തീകരിച്ചു വിട്ടുകൊടുത്തു. നമ്മുടെ പനങ്ങാട് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അപ്പുറത്തുള്ള അത് ഒരാൾ ഫ്രീ ആയിട്ട് സ്ഥലം തന്ന് ആ കെട്ടിടവും നമ്മൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കപ്പെട്ടു. ഇനി സാങ്ഷനായിട്ടുള്ള 3 ഉണ്ട്, ഒരെണ്ണമല്ല, ഒരെണ്ണം ഇത് ഇടവിലങ്ങ്.
രണ്ടാമത് പാപ്പിനിവട്ടത്തിൻ്റെ ആയിട്ടുണ്ട്, എല്ലാം നിർമ്മാണം. ഇപ്പം അത് വേഗത്തിലൊന്നും ഇപ്പോൾ കഴിക്കാൻ പോകുന്നില്ല, എന്നാലും നമുക്ക് സമയം എടുത്താലും ചെയ്തത് പാസ്സായി, എല്ലാം കഴിഞ്ഞു. ഇനി തൊട്ടപ്പുറത്ത് കയ്പമംഗലത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലത്തിനുള്ളൊരു സവിശേഷത എല്ലാത്തിനും 44 ലക്ഷം രൂപയാണ് നമ്മൾ ഉപകരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ സംഖ്യ വേണമെന്ന് പറഞ്ഞപ്പോൾ 11 ലക്ഷം കൂടി MLA ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 55 ലക്ഷമാണ് അവിടെ പണിയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ വില്ലേജ് ഓഫീസുകളും ഹൈടെക് ആകാവുന്ന രീതിയായിട്ടുണ്ട്. ഇനി വില്ലേജ് ഓഫീസ് ഹൈടെക് ആയ പിന്നെ ഒരാൾ കൂടി ഉണ്ട്, വേറെ ആണ് അല്ലേ, മിനി സിവിൽ സ്റ്റേഷൻ. സിവിൽ സ്റ്റേഷൻ്റെ പണിയും ഏകദേശം നമ്മൾ കല്യാണം 8 കോടി രൂപ അതിനു വേണ്ടി അത് കഴിഞ്ഞപ്പോൾ മിനി സിവിൽ സ്റ്റേഷനും വില്ലേജ് ഓഫീസും നന്നാവും. അതിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ച് നല്ലപോലെ മാറ്റം വരികയാണ്. ഇനി വില്ലേജ് ഓഫീസും പഴയ പോലെ എല്ലാ കാര്യത്തിനും ഇങ്ങോട്ട് വരേണ്ട ഒരു സ്ഥിതി ഇല്ല എന്നുള്ള പ്രത്യേക രീതി ഇപ്പോൾ വളർന്നു വരികയാണ്. എന്ന് വെച്ചാൽ മിക്കവാറും സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്ന സംവിധാനം വരികയാണ്. ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാനില്ല എന്ന് പറയുന്നില്ലുണ്ട്. പക്ഷെ എന്നാൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് ആവശ്യമുള്ളവന്, ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ വേറെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR കൈലാസൻ, ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, വാർഡ് മെമ്പർമാരായ ആശാലത, സുബി പ്രമോദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.